ഹലോ ഗൈസ്, അപ്പം സെക്കൻഡ് ഡേ ഓഫ് കോൺവാൾ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം രാവിലെ എണ്ണീച്ചു, പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി. ഇനി താഴെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെന്റ് മൈക്കിൾസ് മൗണ്ടിൽ ആദ്യം പോകണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ടിൻഡർ കാസിൽ ഇന്നലെ റീബുക്ക് ചെയ്തത്, അതിലേക്കും അവിടെ പോകണമെന്നാണ്. പിന്നെ വൈകിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി ഏതെങ്കിലും ബീച്ച്, ഇവിടെ ബീച്ചസ് ആണല്ലോ, എവിടെ നോക്കിയാലും ബീച്ചസ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നാണ് ഇന്നത്തെ പ്ലാന്. ഇന്നലത്തെ പോലെ ഫ്ലോപ്പ് ആവാണ്ടിരുന്നാൽ മതിയെന്ന സമയത്തിന് എല്ലാവർക്കും എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ? ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 9 o'clock ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച ഒരു 11 o'clock ഇറങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നും ലേറ്റ് ആണെന്നാ തോന്നുന്നു എല്ലാ കാര്യത്തിനും. നമുക്ക് കഴിവേ പോകാം അല്ലേ? നമ്മളപ്പം സെന്റ് മൈക്കിൾസ് മൗണ്ടിൽ എത്തിയിരിക്കുന്നു. പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പാർക്ക് ചെയ്തിട്ട് അതാണ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് സെന്റ് മൈക്കിൾസ് മൗണ്ട്. അവിടേക്ക് ഇനി നമ്മൾ നടക്കണം. പാർക്കിംഗ് ചാർജസ് അടയ്ക്കാൻ വേണ്ടി പോയേക്കുവാണ്. ദൂരെ കാണുന്നതാണ്. നല്ല കാറ്റുണ്ട്. ഇതാണ് നമ്മളപ്പം ഈ വഴി കൂടാണ് നടന്നു പോകേണ്ടത്. ലോ ടൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ലോ ടൈഡ് അല്ലെങ്കിൽ ഈ ഫുൾ പാലം വെള്ളം കൊണ്ട് നിറയും. ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. അപ്പൊ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നമുക്കപ്പം നടന്നു പോവാം. നമ്മളിപ്പോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണേ. അരമണിക്കൂർ നടക്കാനുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം വരുന്നതാ. ഇവിടെ എല്ലാം വെള്ളം വരും ഹൈറ്റ് ആയിട്ട്. പെയിന്റിങ്സ് ഒക്കെ കണ്ടു. ഇതൊക്കെ പണ്ടത്തെ പെയിന്റിങ്സ് ആണ്. ഇതൊക്കെ റിയൽ ലൈഫ് പെയിന്റിങ്സ് പോലെ. ഇതൊക്കെ 1886 ചെയ്തതാണ്. അത് നല്ല രസമുണ്ട്.
ഈ സാധാരണക്കാരുടെ ലൈഫാണ് ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ഫിഷർമാൻ്റെ ഇങ്ങനെയുണ്ടടാ അല്ലേ? ഐലൻഡിന്റെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പ്രത്യേക ഒരു ഭംഗിയാണ്. വാവ്, അടിപൊളി വ്യൂ. ഈ മരത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാ മരമൊക്കെ. അത്യാവശ്യം നല്ല കേട്ട പണ്ടത്തെ ടൈപ്പിലെ ഫയർ പ്ലേസ് ആണ്. കാസലിൻ്റെ അകത്താണ്. അവിടെ ഇല്ലാത്തവർ അത്രയും ക്യൂ ആണ്. അതിൻ്റെ അത്രയും ക്യൂ നിന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. മുമ്പത്തെ ആൾക്കാരുടെ പിക്ചേഴ്സൊക്കെയാണ്. ഡൈനിങ് ഹാളാണ് തോന്നുന്നു. പണ്ടത്തെ സിൽവറും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആരൊക്കെയാ യൂസ് ചെയ്തിരുന്നതെന്നാണ് തോന്നുന്നു. അല്ലല്ല, ഓരോ വർഷത്തിലേക്ക്. നമ്മള് സമയപരിമിതി കാരണം നമ്മള് ഇതിലേക്ക് ഗാർഡനിലേക്കും കാസലിനകത്തോട്ട് കയറാൻ വേണ്ടിയും 2 ടിക്കറ്റ് ആയിരുന്നു എടുക്കേണ്ടത്. അപ്പൊ അവിടും കൂടെ കാണാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പക്ഷെ ഇതാണ് ആ സ്ഥലം. ഇങ്ങനെ വന്നിട്ട് ഇതാണ് ആ ഗാർഡന്. ഇതെന്താ ഒരു ചാപ്പലാണ്. പണ്ട് യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഇങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു, പടച്ചൊക്കെ ഇട്ട്.
ഒരു വലിയ ആനക്കൊമ്പിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന് കളക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ടർക്കി, ഇതെല്ലാം സുഡാനി. ഇതൊരു തുരങ്കം പോലെയാണ് എനിക്ക് തോന്നുന്നത്. തുരങ്കമാണോ? കുഞ്ഞെന്തെടുക്കുവാ അവിടെ? എന്തെടുക്കുവാ അവിടെ? ഷൂട്ട് ചെയ്യാൻ പോവാണോ? ഓ, എനിമീസിനെ ഷൂട്ട് ചെയ്യാൻ പോവാണോ? നമ്മള് സെന്റ് മൈക്കിൾസ് മൗണ്ടിൽ നിന്ന് ഇറങ്ങി. ഇതിന്റെ ബാക്കില് അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, നമ്മള് ഇനി അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. നമ്മുടെ നാട്ടിലെ ഇത്രയും പ്രായമുള്ള പുരുഷന്മാരൊക്കെ ധോനി കുടിച്ച